ഈ സദസ്സിലിരിക്കുന്ന പലരും കൊലയാളികളായിരിക്കും. എന്താ ഉസ്താദേ ഇങ്ങനെ പറയാമോ? ഞങ്ങളൊന്നും ഒരാളെയും ഇന്നുവരെ കൊന്നിട്ടില്ല എന്ന് കരുതുന്നവരുണ്ടാകും. പാവപ്പെട്ട ഉമ്മമാരെ പ്രത്യേകം ഓർത്തോളൂ, നിങ്ങളൊന്നും ഒരാളെയും കൊന്നു പരിചയമില്ലാത്തവരാണ്. എന്നാ നിങ്ങളും ഒന്നാം തരം കൊലയാളികളായിരിക്കും. ഏതാണ് ഈ കൊലയാളി എന്നറിയോ? ഖുർആൻ പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖ്റബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബത്ൻ വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അൻആം 151. എന്തൊരു നല്ല വാക്കാണ് യഥാർത്ഥത്തിൽ ഇതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. നബിയോട് പറയാണ്, നബിയെ തങ്ങൾ ഇവരോട് പറയണം, സമൂഹത്തോട് പറയണം, തആലൂ വാ 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 അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഓതിത്തരാം. അല്ലാഹ് ഹറാമാക്കിയ കാര്യം എന്താന്ന് പറഞ്ഞുതരാം, ഓതിത്തരാം. ഇങ്ങോട്ട് വാ, എന്റെ ചുറ്റും ഇരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറയാ, അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ആദ്യ ദിവസം നമ്മൾ പറഞ്ഞത് അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കുചേർക്കരുത്, ശിർക്ക് പാടില്ല. 2 വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണം, മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. മാതാപിതാക്കളെ വെറുപ്പിക്കൽ ഹറാമാണ്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണമായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് ട്ടോ അല്ലാഹു പറയാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഒരുപാട് കൊലയാളികളുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, എത്ര മനുഷ്യന്മാരുണ്ടാകും? ഒരു പക്ഷേ എന്റെ സദസ്സിൽ തന്നെ ഈ പ്രസംഗം കേട്ടിരിക്കുന്നവർ പലരും കൊലയാളികളായി മാറുകയാണ്. ഇനി എവിടെ? കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം തന്നെ ഗർഭമുണ്ടായി, അല്ലെങ്കിൽ 1-ാമത്തെ മാസം തന്നെ ഗർഭമുണ്ടായി, അല്ലെങ്കിൽ വന്ന അന്ന് തന്നെ ഗർഭമുണ്ടായി. അപ്പോ ഈ പുതിയ ദമ്പതികൾക്കൊരു മാനക്കേട്, ഇപ്പൊ തന്നെ ഗർഭം വേണ്ട, കുറച്ച് കഴിച്ചിട്ട് മതിയായിരുന്നു. എന്താ മാർഗം? രണ്ടാളും ഇങ്ങനെ അടക്കം പറഞ്ഞു, ആണും പെണ്ണും അടക്കം പറഞ്ഞു. എന്താ മാർഗം? അബോർഷനാക്കി കളയാം, ഒരു വിഷമവുമില്ല. കൊണ്ടുപോയിട്ട് അല്ലാഹു ജന്മം നൽകുന്ന ഈ കുഞ്ഞിനെ വെട്ടി നുറുക്കാൻ വാപ്പിയും തയ്യാറാവുകയാണ്. കൊലപാതകത്തിൽ ഏറ്റവും കടുപ്പുള്ള കൊലപാതകമാണിത്. സ്വന്തം ശരീരത്തെ കൊല്ലല്, പിന്നെ സ്വന്തം മക്കളെ കൊല്ലല്. അത് കഴിഞ്ഞിട്ടേ വേറുള്ളവരിലേക്ക് പോവുള്ളൂ. നമുക്ക് കേൾക്കാം ഇതിന്റെ കടുപ്പത്തിലുണ്ട്. ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കൊല്ലരുത്. അതവിടെ നടപ്പുള്ള ഒരു കാര്യം പറഞ്ഞതാണ്, ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യം. അതെന്താ? ഇന്നും ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള കാര്യമാണ്. 5000 രൂപ ശമ്പളം കിട്ടുന്ന ഞാനും എന്റെ ഭാര്യയും 2 മക്കളും സുഖമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒത്തില്ല എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്ന, അങ്ങനെയാക്കുക. കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് 3-ാമത്തെ ഒരുത്തൻ ഏത് ചെയ്തിട്ടുണ്ട്? ഗർഭപാത്രത്തിൽ അവൻ ഇടം കിട്ടിയിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്, ഭാര്യക്ക് ഗർഭമുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. ഭാര്യയും ഭർത്താവും അസ്വസ്ഥരാകുന്നു. ഇനിയൊരു കുട്ടിയും കൂടെ ഉണ്ടായ നമ്മുടെ സുഖജീവിതത്തെ ചോദ്യം ചെയ്യും. ഈ 2 മക്കളെ തന്നെ പോറ്റി വളർത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇവൻ ഈ 3-ാമനെ വേണ്ട എന്ന് വെക്കുക. അല്ലെങ്കിൽ 3-ാമത്തവള് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞപ്പോ ലിംഗനിർണയം നടത്തിയതിന്റെ ശേഷം കുട്ടി പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്നവര്, അവിടെ ഗർഭപാത്രത്തിൽ തന്നെ കുഴിച്ചു മൂടുന്ന പലരും, ആ കുഞ്ഞിനെ കൊല ചെയ്ത് കളയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരിക്കാലോചിച്ചോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ലിംഗനിർണയം നടത്തുന്നത് രാജ്യ നിയമപ്രകാരം തന്നെ വലിയ തെറ്റാണ്. പക്ഷേ ഡോക്ടർ അത് മറക്കും. ലിംഗനിർണയം നടത്തിക്കൊടുത്ത് ഈ കുഞ്ഞിനെ കൊന്നുകളയുന്ന ഡോക്ടർക്ക് ഇതിന്റെ ഭാഗമുണ്ട്. കൊല്ലാൻ പറയുന്ന വാപ്പയും ഉമ്മയും ഇതിൽ പെടും, ഇവരൊക്കെ പെടും. തവളക്കണ്ണൻ കാണുമ്പോൾ ഡോക്ടർ നിയമങ്ങൾ മറന്നു, ഡോക്ടർ വിഷയത്തിന്റെ കടുപ്പം മറന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ അതിന്റെ താഴെ പ്രായമുള്ള ഈ കുഞ്ഞിനെയാണ് ഞാൻ വെട്ടിനുറുക്കുന്നത്. പക്ഷേ ഇതുവഴി ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞാൻ അരിഞ്ഞു കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് ഡോക്ടറുടെ മനോമുഖരത്തിൽ തെളിഞ്ഞിരുന്നുവെങ്കിൽ ഡോക്ടർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഡോക്ടർ ഈ പാഠം പഠിക്കാതെ പോയതാണ് ഇത്രയും വലിയ കടുപ്പം ഡോക്ടർക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടായത്.
ഡോക്ടർ ഈ പാഠം പഠിക്കേണ്ടിയിരുന്നു. കാരുണ്യത്തിന്റെ പാഠം ഡോക്ടർക്ക് കിട്ടിയില്ല. എങ്ങനെ വെട്ടണം നുറുക്കണം എന്ന് മാത്രമേ കിട്ടിയതുള്ളൂ. കാരുണ്യത്തിന്റെ പാഠവും കൂടെ കിട്ടേണ്ടിയിരുന്നു. എങ്കിൽ അത് നല്ലതിനു വേണ്ടി മാത്രമേ വെട്ടലും മുറിക്കലും നടത്തുള്ളൂ. വെട്ടിപ്പൊളിക്കലും മുറിക്കലും കീറലും ഒക്കെ നല്ലതിനു വേണ്ടി നടത്തുള്ളൂ. ഒരിക്കലും ഇത്തരം തോന്നിയാസങ്ങള്, അരുതായ്മകള് ഒരിക്കലും ഡോക്ടറിൽ നിന്ന് സംഭവിക്കില്ലായിരുന്നു. ഇത് ചെയ്യിക്കാൻ ഒരിക്കലും മാതാപിതാക്കൾ മുതിരുകയുമില്ലായിരുന്നു. എത്ര ആളുകളുണ്ട് ലിംഗനിർണയം നടത്തിയിട്ട് മക്കളെ കൊന്നുകളയുന്നവര്. പെൺകുഞ്ഞാണെങ്കിൽ അവളെ കെട്ടിക്കണം, അതൊരു മഹാഭാരമാണ്, വേണ്ടാ നോക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള കുട്ടികളും എന്റെ ജീവിതവും സുന്ദരമായിട്ട് ഇങ്ങനെ പോകുന്ന, ഇനി ഒരുത്തനും കൂടെ വന്നാല് അതെന്റെ സുഖജീവിതത്തെ ചോദ്യം ചെയ്യുമോ എന്ന് ഭയന്നിട്ട് വർത്തമാന ദാരിദ്ര്യമുള്ളവരും കുട്ടികളെ കൊല്ലാറുണ്ട്. ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ചിട്ടും മക്കളെ കൊല്ലാറുണ്ട്. 5000 റുപ്യ ഞാനും എന്റെ കെട്ടിയോളും 2 കുട്ടികളും വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ഇതെന്നെ എങ്ങനെ ഒക്കണെന്ന് അറിയില്ല, ഇങ്ങനെ പോകേണ്ട ഒരു പോക്ക്. അപ്പോഴാണ് മൂന്നാമത്തെ ഒന്ന് വേണ്ടാന്ന് വെച്ചു. വിഷയങ്ങളൊക്കെ ബനാ തീരുമാനിക്കുന്നത് എന്ന് തോന്നിപ്പോകും. വേണ്ടാന്ന് വെച്ച് കുഞ്ഞിനെ കൊല്ലുന്നു. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത് കേട്ടോ. നഹ്നു നർസുഖുകും, കാരണം നമ്മളാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വഇയ്യാഹും, അവർക്കും. ഉണ്ടോ അല്ലാഹ് പറഞ്ഞത്? നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ പവർ കൊണ്ടാണ് നിങ്ങളെ ഭക്ഷണത്തിന്റെ ഏർപ്പാട് നടക്കുന്നത്? ഒരിക്കലും അല്ല. അത് അല്ലാഹ് വേണ്ടാന്ന് വെച്ച ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ 5000 പൊടിക്കാൻ പടച്ചോന് കഴിയും. അപ്പൊ 29 ദിവസം, മാസത്തിൽ 5000 കിട്ടുമ്പോ 29 ദിവസം നിങ്ങൾക്ക് കാലിയായി അവിടെ കിടക്കും. പക്ഷെ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന ബോധം വേണം. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. ഇനി ഇതേ ആയത്ത് തന്നെ മറ്റൊരിടത്ത് അല്ലാഹ് ആവർത്തിക്കുന്നു. എവിടെയാണെന്നറിയോ? സൂറത്തുൽ ഇസ്രാ 31. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഇവിടെ പറഞ്ഞത്, ഈ ആയത്തിൽ പറഞ്ഞത്, അൻആമിൽ പറഞ്ഞത് വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണമായി മക്കളെ കൊല്ലരുത്. എന്നാ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറയുന്നത് ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കൊല്ലരുത്. ഖശിയത ഇംലാഖ്. അത് രണ്ടും മാറ്റമുണ്ട്. ഒന്ന് വർത്തമാന ദാരിദ്ര്യം ഉള്ളവനാ. ഇപ്പൊ അവന്റെ കെട്ടിയോളിയും കുട്ടികളെയും പോറ്റാനുള്ള ശമ്പളം തന്നെ അവനില്ല. അതിങ്ങനെ കഷ്ടിച്ചൊക്കാൻ അവനോടാ പറയുന്നത്. ആദ്യത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത്, ഇപ്പൊ 10000 റുപ്യ ശമ്പളമുണ്ട്, ഭാര്യയും 2 മക്കളും സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരുത്തൻ ഭീഷണിയാണെന്ന് അവന് തോന്നുന്നു. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലല്ല. കാരണം നഹ്നു നർസുഖുഹും, അവർക്ക് ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. വഇയ്യാകും, നിങ്ങൾക്കും നൽകുന്നത് നമ്മളാണ്. ആ 2 സ്ഥലത്തും അല്ലാഹുവിന്റെ ശൈലി ഒന്ന് മാറിയിട്ടുണ്ട്. വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് സംവദിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞത് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ്. അതേസമയം വർത്തമാന ദാരിദ്ര്യം ഇല്ലാത്തവനോട് അല്ലാഹ് സംസാരിക്കുന്നത് നഹ്നു നർസുഖുഹും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും എന്നാണ്. എന്തേ കാരണം? വർത്തമാന ദാരിദ്ര്യം ഉള്ളവനോട് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നമ്മളാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുള്ളൂ. വർത്തമാന ദാരിദ്ര്യം ഇല്ലാത്തവനോട് നിങ്ങൾക്ക് തരുന്നത് നമ്മളാന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് 10000 റുപ്യ ശമ്പളം അല്ലെങ്കിൽ കാണായിരുന്നു പഠിച്ചോനെ എന്ന് തിരിച്ചു പറയും. കാരണം മനുഷ്യൻ നന്ദി കെട്ടവനല്ലേ. സ്വാഭാവികമായി എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ടേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇടപെട്ടിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, അതിലൊക്കെ വെറുതെ വന്ന ഒരു ചേഞ്ചിങ് അല്ലാതൊന്നും. ഇതൊക്കെ തന്നെയാണ്. ഇത് റസൂലുള്ളാഹിയുടെ സ്വന്തം വചനങ്ങളല്ല എന്ന് തെളിയിക്കുന്ന ഭാഗം. പടച്ചോന്റെ വചനങ്ങളാണ്. എത്ര കൃത്യമായിട്ടാണ് ഓരോ പദങ്ങളും വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്ക്. വഇദൽ മൗഊദതു സുഇലത്, വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ബാലികയോട് ചോദിക്കപ്പെടുമ്പോൾ എന്താ ചോദിക്കുന്നത്? ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ എന്തൊരപരാധം കാരണമായിട്ടാണ് നീ വധിക്കപ്പെട്ടത് മോളെ എന്ന് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടും. കണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞു നാളെ പരലോകത്ത് വെച്ച് വിചാരണ നടത്തും എന്ന് പറയാനാ പടച്ചോൻ അത് പറഞ്ഞത്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു ഗദറത് വഇദൽ ജിബാലു സുയിറത് എന്ന് പറഞ്ഞ സൂറത്തു തക്വീറിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അല്ലാഹു പറയാണ് വഇദൽ മൗഊദതു സുഇലത്, ഹിസാബ് അവതരിപ്പിക്കുന്നത് ഒരൊറ്റ ചിത്രം പറഞ്ഞിട്ട് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കൊച്ചുബാലികയോട് അല്ലാഹു ചോദിക്കും. എന്താ? ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ നീ എന്തു കാരണമായിട്ടാണ്, എന്ത് പാപം കാരണമായിട്ടാണ്, എന്ത് തെറ്റു കാരണമായിട്ടാണ് എന്റെ മോള് കൊല ചെയ്യപ്പെട്ടതെന്ന് പടച്ചോൻ ചോദിക്കും.
ആദ്യമായിട്ട് തീരുമാനാക്കിയ രക്തത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മോളോട് ചോദിക്കാതെ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് മോളോടാണ്. എന്തിനാ ഇവളോട് ചോദിച്ചത്? കൊന്നോനോട് ചോദിച്ചൂടെ എന്തിനാടാ ഈ മകനെ കൊന്നത്? 100 ന്യായം പറയും. അവിടെ പ്രയാസമായിരുന്നു, ഇവിടെ പ്രയാസമായിരുന്നു, അവിടെ കടായിരുന്നു, എന്റെ അയൽക്കാരൻ കുട്ടികളെ കെട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ കാണുമായിരുന്നു, 100 നുണ പറയും. ഇതൊക്കെ കേട്ട് അതിനൊക്കെ മറുപടി പറയണം. അതൊന്നും വേണ്ട. ഇരയുടെ പക്ഷത്താ പടച്ചോൻ നിൽക്കുക, വേട്ടക്കാരന്റെ പക്ഷത്തല്ല. ഇരയുടെ പക്ഷത്ത് നിന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്തിനാ മോളെ നീ കൊല ചെയ്യപ്പെട്ടത്? വേട്ടക്കാരന്റെ ന്യായങ്ങളൊന്നും കേൾക്കാൻ അള്ളാഹുവിന് സമയമല്ല. ഇരയുടെ പക്ഷത്ത് നിന്ന് ചോദിക്കുമ്പോ ഇര പറയും, തീർത്തും അന്യായമായി വധിക്കപ്പെട്ടു. അപ്പോഴവനെ പിടികൂടുക. നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര പേര് ചെയ്തു ഈ കടും കൈ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക. ചെറിയ ചെറിയ കാര്യത്തിനല്ലേ നമ്മൾ നമ്മുടെ മക്കളെ വെട്ടി നുറുക്കിയത്? എന്താണ് ഇതിന്റെ ഇസ്ലാമിക മാനം? ഒരാളുടെ ഭാര്യക്ക് ഗർഭമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഗർഭം അലസിപ്പിച്ച് കളയുന്നത്, അബോർഷനാക്കി കളയുന്നത് മഹാ തെറ്റാണ്, ഹറാമാണ്. ഇത് ഒരു നിലക്കും ന്യായീകരിക്കാനാവുന്നതല്ല. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണോ? കാരണം മക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഞാൻ വായിച്ചിട്ടില്ല, നേരത്തെ വായിച്ച സൂറത്തുൽ ഇസ്രായിന്റെ വചനത്തിന്റെ ബാക്കിയാണത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. മക്കളെ കൊല്ലുക എന്ന് പറയുന്നത് മഹാപാതകമാകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. അതൊരു മഹാ തെറ്റാണ്. മറ്റുള്ളവരെ കൊല്ലും പോലെയല്ല മനുഷ്യന്റെ സ്വന്തം മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര ചെയ്തു. എന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവരുടെ ഗർഭം അലസിപ്പിക്കുന്നത് തെറ്റാണ്, ഹറാമാണ്, പാടില്ല. ഗർഭം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ നുത്ഫത്ത് ബീജം ഗർഭപാത്രത്തിൽ സ്ഥലം പിടിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ചെയ്യാൻ പാടില്ല. കാരണമില്ലാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതേസമയം ഏതു ചെയ്യുന്നു? നിന്റെ ഭാര്യ പ്രസവിക്കാൻ പാടില്ലെന്ന് തീർപ്പ് പറഞ്ഞു ഡോക്ടർമാർ. പ്രസവിച്ചാൽ അവൾ മരിക്കുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെയുള്ള ദറൂറത്തിന്റെ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞ്, സുഖ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രസവത്തിൽ സംരക്ഷിക്കാൻ ആളില്ല, ഇപ്പൊ വേണ്ടാന്ന് വെക്ക, നാട്ടിൽ പോയിട്ടാക്കാം, ഈ പരിപാടിയൊന്നും പറ്റൂല. ഇതൊന്നും നടക്കില്ല. കാരണം പടച്ച റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവാത്ത സംഗതികളാണ്. എത്ര മക്കളെ കൊന്നു? ശരിക്കും ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം ഓരോരുത്തരും. പടച്ചോനെ, ഞാൻ ചെയ്ത മഹാപാപം, ഞാനും എന്റെ ഭാര്യയും കൂടെ കാട്ടിക്കൂട്ടിയ തോന്നിയാസം ഓരോരുത്തരും സ്വന്തമായി ആലോചിക്കുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെയ്തു പോയവരുണ്ടാകും, ധാരാളം ഉണ്ടാകും. ഇതാ ഈ റമദാനിന്റെ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്ക്. 100 ആളെ കൊന്നവർക്ക് തൗബ കിട്ടിയിട്ടുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എങ്കിൽ ഈ തെറ്റൊന്ന് പൊറുക്കാതിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പടച്ച റബ്ബിനോട് കരഞ്ഞ് കണ്ണ് കലക്കി പറയണം, മഗ്ഫിറത്തിന്റെ 10 ഇന്നത്തോടുകൂടെ കയ്യാൻ പോവുകയാണ്. ഇന്നും നാളെയായിട്ട് പിടിക്കൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മഗ്ഫിറത്ത് പടച്ചോന്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങണം. പടച്ചോനെ, എന്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയാസം സംഭവിച്ചു പോയെങ്കിൽ പടച്ചോനോട് പൊരുത്തപ്പെടിപ്പിക്കൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനി സമയം വൈകിക്കല്ല.